വേഷം മാറി ടെററിസ്റ്റുകൾക്കിടയിൽ നുഴഞ്ഞു കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തൊരു ഇന്ത്യൻ സൈനികൻ. അതുപോലെ തന്നെ എതിരാളികളുടെ തല വെട്ടിയെടുത്ത് അതുകൊണ്ട് ഫുട്ബോൾ കളിച്ച വളരെയധികം ക്രൂരനായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ്. ദുരന്തർ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണോ എന്ന ചർച്ചകൾ എങ്ങും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് മേജർ മോഹിത് ശർമ്മ എന്ന സൈനികനിലേക്കും അതുപോലെ തന്നെ കറാച്ചിയെ കിടുകിട വിറപ്പിച്ച അബ്ദുറഹ്മാൻ ഡക്കൈത്ത് എന്ന ഗുണ്ടാ നേതാവിലേക്കുമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അബ്ദുറഹ്മാൻ ഡക്കൈത്ത് മയക്കുമരുന്ന് കച്ചവടം അയാൾ ചെയ്തു വരുന്നുണ്ടായിരുന്നു. തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 മയക്കുമരുന്ന് കടത്തുകാരെയാണ് ആദ്യമായിട്ട് നല്ല 15-ാമത്തെ വയസ്സിൽ ഇയാൾ കൊല ചെയ്യുന്നത്. പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഡക്കൈത്ത് ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും അയാൾ കടന്നു കളയുന്നുണ്ട്, ചാടുന്നുണ്ട്. പിന്നീട് അയാൾ നടത്തുന്ന മറ്റൊരു കൊലപാതകം സ്വന്തം മാതാവിൻ്റെതായിരുന്നു. 1995-ൽ പോലീസുകാർക്ക് തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാവിന് നേർക്ക് അയാൾ വെടിയുതിർക്കുന്നുണ്ട്. മാതാവിന് നിഷ്കരണം കൊന്നു തള്ളുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വ്യത്യസ്ത രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പല ചെയ്തികളും നിരന്തരമായി പല കാലഘട്ടങ്ങളിലായിട്ട് അബ്ദുറഹ്മാൻ ഡക്കൈത്ത് എന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ വ്യത്യസ്ത ഗുണ്ടാ ഗ്യാങ്ങുകളിലൊക്കെ തന്നെയും അയാൾ കയറിപ്പറ്റുന്നുണ്ട്. അവിടെയൊക്കെ തന്നെയും അയാൾ തന്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 21-ാമത്തെ വയസ്സിലെത്തുമ്പോൾ അയാൾ ഒരു ഗുണ്ടാ ഗ്യാങ്ങിന്റെ തലപ്പത്തേക്ക്, ഗുണ്ടാ ഗ്യാങ്ങിന്റെ തലവനായി പോലും എത്തിച്ചേരുന്നുണ്ട്. മാത്രവുമല്ല, ലാരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യത്യസ്ത ഇല്ലീഗൽ ആക്ടിവിറ്റികളുടെ ഒക്കെ തന്നെയും ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നതും ഈ കാലഘട്ടങ്ങളിൽ അയാൾ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2000-ങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗുണ്ടാ നേതാക്കളിൽ ഒരാളായിട്ട് പോലും അബ്ദുറഹ്മാൻ ഡക്കൈത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മാറി വരുന്നുണ്ട്. വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട്. റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കും. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.